എപ്പോഴും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മൾ അടിക്കടി ഉണ്ടാകുന്ന ബലാത്സംഗങ്ങളാണെങ്കിലും കൊലപാതകങ്ങളാണെങ്കിലും ഇപ്പൊ പ്രണയം മൂലം കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന പരിപാടി വരെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതേ അതേ ഇതിൽ തന്നെ നമ്മൾ നോക്കേണ്ടത് ഒന്നാണ് സ്ത്രീധനം കാരണം ആത്മഹത്യ എടുക്കുന്ന പെൺകുട്ടികൾ. അതായത് കേരളത്തിൽ ഒരു വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 40 പെൺകുട്ടികളെങ്കിലും 40 പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് കൊല്ലം നിലമേൽ വിസ്മയയുടെ വധക്കേസ്. കാരണം ആ പെൺകുട്ടി എന്ന് പറയുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു, എല്ലാത്തിനും വളരെ കഴിവുള്ളവളായിരുന്നു. ആ പെൺകുട്ടിയെ 101 പവനും അധിക പവനും ഇട്ടാണ് വീട്ടുകാർ കെട്ടിച്ച് കിരൺ എന്ന് പറയുന്ന മോട്ടോർ ഇൻസ്പെക്ടർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചത്. പക്ഷെ പിറ്റേന്ന് ആ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം അറിയുന്നത് ആ പെൺകുട്ടിയുടെ മരണമാണ്. കാരണം ഭർത്തൃ വീട്ടിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. വളരെ കേരളത്തിന് തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഇതിന് പിന്നാലെ ഉത്ര വധക്കേസ്, അതായത് പാമ്പിനെ വിട്ട് ഉത്രയെ കൊല്ലിപ്പിച്ചതും ഭർത്താവ് തന്നെ. അതൊക്കെ കേരളം വളരെ ഞെട്ടിയ ഒരു സംഭവമാണ്. പിന്നീട് ഈ കിരണിനെ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കേസിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രതി കിരൺ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് അയാളുടെ ശിക്ഷ റദ്ദ് ചെയ്യണം അല്ലെങ്കിൽ മരവിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട്. നമ്മളിപ്പോൾ പൊതുവെ ഇവിടെ കേരളത്തിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എത്ര കൊലപാതക കേസിലെ പ്രതികളെ കൂടിയാണെങ്കിലും ശിക്ഷ മരവിപ്പിക്കുന്ന, അവർ ഫ്രീ ആയിട്ട് കേരളത്തിൽ ചുറ്റി വിലസുന്നു. ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ രാജ്യം വിട്ടുവരെ പോകാനുള്ള ഒരു ഔദ്യോഗിക ഒരു ഫ്രീ വിസ തന്നെ അവർക്ക് കേരളത്തിലുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്താണെങ്കിലും ഇനി ഈ സർക്കാർ മാറിയിട്ട് മറ്റ് പാർട്ടികൾ വന്നാലും അത് തന്നെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ കിരൺ ഇപ്പോൾ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഇതിലൊരു അനുകൂല നിലപാടായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ഇനിയും ശിക്ഷ വേണമെന്ന നിലപാടായിരിക്കും ഹൈക്കോടതി എടുക്കുന്നത്, അല്ലെങ്കിൽ സമാന രീതിയിൽ തന്നെ ഒരു ശിക്ഷ റദ്ദാക്കി ഇയാളെ വീണ്ടും പുറത്തേക്ക് തന്നെ വിടുമോ? അല്ല, ഇതിനകത്ത് ഭയങ്കര നമ്മൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്ന കിരണിന്റെ വാദം എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു ഒന്നാണ്. അതായത് ഇത് പ്രേരണ കുറ്റമല്ല, ആത്മഹത്യക്ക് പ്രേരണയാവില്ല എന്നാണ്, അത് നിലനിൽക്കില്ലെന്ന് കിരൺ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നിടത്താണ് കേരളത്തിലെ സ്ത്രീകൾ, കുറച്ചുകൂടി സ്ത്രീകളല്ല, മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞ കുറച്ചുകൂടി ജാഗ്രതയോടെ നിൽക്കേണ്ടത്. സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ മകൾ ജീവിച്ചിരിക്കണമോ അതോ അവള് മരിച്ചു പോകണമോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് മാതാപിതാക്കളാണ്. കരഞ്ഞു നമ്മുടെ അവിവാഹിതയായ പിന്നെ മകളാണ് മരിച്ച മകളെക്കാളും നല്ലത് എന്നുള്ളൊരു ഒരു ചൊല്ല് തന്നെ ഇടയ്ക്ക് ഒരു പ്രസ്താവന, ഒരു പരാമർശം തന്നെ ഒരിടയ്ക്ക് ഭയങ്കര രൂക്ഷം. ഇങ്ങനത്തെ ഈ കേസുകൾ നിരന്തരം വന്നപ്പോൾ അങ്ങനത്തെ ഒരു പരാമർശങ്ങൾ തന്നെ നമുക്ക് സമൂഹ മാധ്യമത്തിൽ കാണാനായി. ഇപ്പൊ ഈ കേസിൽ എന്ന് പറയുന്നത് സമൂഹ മാധ്യമം ഇപ്പൊ വീണ്ടും അത് ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും താരമാകാനോ രാഷ്ട്രീയക്കാരാകാനോ ഒന്നും കഴിയില്ല. പക്ഷെ അവനവന്റെ നിലപാട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നതിന് ആർക്കും തടയിടാൻ പറ്റില്ല. ഈ കേസിന്റെ താഴെ വന്ന കമന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം ഈ വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് എത്രത്തോളം ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞേക്കുന്നത് ശരിയാണ്. ഇയാള് സമീപിച്ചു, പക്ഷെ ഇയാൾക്ക് തന്നെ ആയിരിക്കും അനുകൂല നിലപാട്. എന്തായിരിക്കും കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇരട്ട കൊലപാതക കേസിലെ 4 പ്രതികൾക്ക് ജാമ്യം കിട്ടി. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ജാമ്യം കിട്ടിയ പ്രതികളെ നന്നായിട്ട് തന്നെ വരവേറ്റതും അതുപോലെ തന്നെ ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിലെ ഇങ്ങനെ നടക്കുകയുള്ളൂ, കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. അവർ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കുറ്റം ചെയ്ത കുറ്റവാളികളെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലിട്ട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഭരണത്തിലിരിക്കുന്നത്. അതിനെതിരെ ഒന്ന് ഉച്ചരിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനത്തെയുള്ള സർക്കാർ ഉള്ളിടത്തോളം കാലം പിന്നെ ഈ കിരണിനെ പോലെയുള്ളവർ വീണ്ടും പുനർജനിക്കുന്നില്ല. കിരണിനെ പോലെയുള്ളവർ ഇവിടെ യാതൊരു പേടിയുമില്ലാതെ വിലസും എന്നുള്ളതിന് നല്ല ഉറപ്പാണ്. കഴിഞ്ഞ സൂരജ് ഇപ്പൊ ഉത്തര കൊലക്കേസിലെ പ്രതി സൂരജിന്റെ ആവശ്യം കിരണിൻ്റെതിന് സമാനമായിരുന്നു. അതായത്
ജയിലിലെ സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ആവശ്യം അദ്ദേഹം പറയുകയായിരുന്നു. ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. അതുപോലെ തന്നെ കൊലപാതക കേസിൽ പ്രതികളുടെ ആവശ്യം അനുസരിച്ചാണ് ജയിലിൽ വരെ മാറ്റുന്നത്. അതേന്നെയാണ് ജയിലെന്ന് പറയുന്നത് ഇവർക്ക് മറ്റേ വിലസാനുള്ള ഒരു വിനോദയാത്രയാണെന്നാണ് ഇപ്പൊ തോന്നുന്നത് അല്ലെ. അതായത് ഒരു കൊലപാതകം ചെയ്യുന്നു, അകത്ത് പോകുന്നു, വെളിയിലോട്ട് ഇറങ്ങുന്നു, പിന്നെ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നു, ആ പെൺകുട്ടിയെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങുന്നു. ഒരു വിനോദയാത്രയാണ് ജയിൽ എന്ന് പറയുന്നത്. 60 വർഷത്തിലേറെയായി സ്ത്രീധനം കേരളത്തിൽ നടപ്പാകാൻ തുടങ്ങിയിട്ട്. അപ്പോഴൊക്കെ ഈ ഒരു സ്ഥലത്തെ കുറ്റം പറയുക എന്ന് വിചാരിക്കരുത്. തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കേസുകൾ വളരെ കൂടുതലാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോലും ഇന്നും സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ വളരെയധികം ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അപ്പോൾ പോലും ഞാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ പോലും അവരുടെ മാതാപിതാക്കൾ എന്തൊരു സംഭവിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പെൺകുട്ടികൾ ഒരുപാടായിരിക്കാം ഈ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കളോട് വിളിച്ച് കാര്യം പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, മോളെ നീ എങ്ങനെയെങ്കിലും അവിടെ സഹിച്ച് ക്ഷമിച്ച് നിൽക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കിരണിനെയും കാട്ടി നമ്മൾ ഇവിടെ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇതേപോലെ അപകടകാരികളായ മാതാപിതാക്കളാണ്. കാരണം ഈ പെൺകുട്ടികളെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ഈ മാതാപിതാക്കളുടെ പ്രചോദനമല്ലേ. നമ്മള് ജയ ജയ എന്നുള്ളൊരു സിനിമയിൽ ആ കുട്ടി ദർശന ആ ഒരു ക്യാരക്ടർ അനുഭവിച്ച നമ്മൾ നേരിട്ട് നമ്മൾ ആ സിനിമയിലൂടെ കണ്ട കാര്യങ്ങൾ കറക്റ്റ് ആണ്. പിന്നീട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫിലിം കിച്ചൺ, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. അതിലും വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന്റെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ പുരുഷൻ പറയുന്നതായിരിക്കണം ഒരു സ്ത്രീയുടെ നിലപാട്. അതിൽ വ്യക്തമായിട്ട് കാണുന്നത് മെൻസസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആ വീട്ടിലുള്ളവർ സമീപിക്കുന്നത്. ആ പെൺകുട്ടി ഒരു ഇരുട്ടറയിലാണ് അടച്ചിടുന്നത്. പിന്നെ ലാസ്റ്റ് എപ്പോഴും സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്ന അടുക്കളയിലായിരിക്കണം. അപ്പൊ സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ പിന്നെ അടുക്കള തന്നെയായിരിക്കും, അവരെ മറ്റൊന്നിനും വിടില്ല. നമ്മളിവിടെ സ്വാഭാവികം കാണുന്നതാണ് ചേച്ചി പറയുന്നത് പോലെ. എന്റെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 2025 പോലും ഞാൻ ഇന്നലെയും കൂടെ കേട്ടതാണ് ചെവിയിൽ, നീ എന്തിനു കൊള്ളാം, ഈ പെണ്ണിനെ ഇവളെ കളഞ്ഞിട്ട് എന്റെ മോന് നല്ലൊരു പെണ്ണിനെ കിട്ടും, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും സ്ത്രീധനം കിട്ടും, അവള് പെണ്ണല്ലേ, അവള് വീട്ടിൽ തന്നെ ഇരുന്നോളൂ, അവൾ അവിടെ ഇരുന്ന് മുരടിച്ചു പോയുള്ളൂ, ഇത്ര അഹങ്കാരം കാണിക്കുന്ന പെണ്ണോ, എത്ര നാളായി ഞങ്ങൾ ഈ സ്ത്രീധനം ചോദിച്ചുകൊണ്ടിരുന്നിട്ട്, അവൾ എന്തിന് ഇനി ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിൽ ജോലി ചെയ്യാനും വയ്യ, മുഴുവൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതെടുത്ത് ഈ ആഹാരം എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാനേ ആർക്കും പറ്റുള്ളൂ, അതെടുത്ത് കഴിപ്പിച്ചു കൊടുക്കാൻ ആർക്കും പറ്റില്ല. ആഹാരം എടുത്തു കൊണ്ടുവച്ച ഒരു പെൺകുട്ടിയെ പറയുകയാണ് ഇങ്ങനെ ഇത്രയും എനിക്ക് അവള് പറയാതെ എടുക്കാൻ പറ്റില്ല. അവൾ വെച്ച ആഹാരമാണെങ്കിൽ കൂടി അവളുടെ അഹങ്കാരം കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കും എന്ന രീതിയിൽ സംസാരിച്ചിട്ട് പിന്നെ ഇതേ അവർ പറയാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവളെ കളയുകയാണ് നല്ലത്. അവൾ എന്ത് സ്ത്രീധനം തന്ന് ഇങ്ങനെയാണോ ഞങ്ങളെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പൊതുസമൂഹവും ഈ പെൺകുട്ടികളുടെ ആത്മഹത്യക്ക് വലിയൊരു കാരണമാകുന്നില്ല. കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടി സ്ത്രീധനം എനിക്ക് സ്ത്രീധനം തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നാട്ടുകാർ പറയുന്നുണ്ട് അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്. അപ്പോൾ അതൊരു പൊതുസമൂഹവും കൂടിയാണ് അവിടെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ഡിവോഴ്സ് കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചുകൂടാ. സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അപ്പോൾ നേരത്തെ പ്രശ്നം നമുക്ക് വേറെ എന്തെങ്കിലും അഫെയർ കാണും, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് കാണും, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ നിലപാടെടുത്തത്. അവൾ നേരത്തെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയതാണ്, പിന്നെ അവൾക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. ഈ പീഡനമൊന്നും അവിടെ വിഷയമൊന്നുമല്ല. പീഡനത്തെക്കാൾ കൂടുതൽ ഈ പെണ്ണിന്റെ ക്യാരക്ടറാണ് ചോദ്യം ചെയ്യുന്നത്. അവൾ അനുഭവിക്കുന്ന അടിയും തൊഴിയും വെട്ടും കുത്തും മാനസിക പീഡനങ്ങളൊന്നും ആർക്കും ഒരു വിഷയമാവാത്ത വരുമ്പോഴാണ് ആ കുട്ടി വെളിയിലിറങ്ങി ഒരു ഡിവോഴ്സിന് സ്വന്തമായിട്ട്, അതായത് വീട്ടുകാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാകും. സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഈ കുട്ടി കുറെ കൂടി എന്താ ചെയ്യുക, യുദ്ധമേഖലയിൽ നിൽക്കും പോലെയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ. വീട്ടുകാർ പറയും നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, നാട്ടുകാർ പറയും എന്തിനാ കൊച്ചെ ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ കൊടുക്കുന്നത്, ഞങ്ങളൊക്കെ എന്തോരം അനുഭവിച്ച, അവർ ഈ അനുഭവിച്ചു തന്നെ വീണ്ടും അടുത്ത തലമുറ അനുഭവിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഈ അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുന്നവരും ഉണ്ട്.
അവളെ പഠിക്കാൻ വിട്ടില്ല, അല്ലെങ്കിൽ അവളെ ജോലിക്ക് വിടുന്നില്ല, അവൾ ശരിയായിട്ടുള്ള ആഹാരം കഴിച്ചോ, വസ്ത്രം ധരിക്കുന്നുണ്ടോ, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ, അല്ലെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊന്നും തിരക്കാനല്ല. ആൾക്കാർക്ക് മൊത്തം ഈ പെണ്ണിന് എന്തെങ്കിലും അവിഹിതമുണ്ടോ, അതുകൊണ്ടാണോ ഈ പെണ്ണ് ഇറങ്ങുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആൾക്കാർക്ക് കൂടുതലും കേൾക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് തന്നെ ഉത്രയും വിസ്മയൊക്കെ ഇനിയും ഉണ്ടാകും. ഇവന്മാര് ഇതുപോലെയുള്ള പ്രതികളൊക്കെ സുഖമായിട്ട് ജയിലിൽ താമസിച്ചാലും അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും പോണില്ല. ഇനി അഥവാ വെളിയിൽ ഇറങ്ങിയാലും അവർക്ക് ഇനി അടുത്ത പെണ്ണ് കിട്ടും. കാരണം ഈ അടുത്തും കൂടെ പിന്നെ ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ കൊന്ന പ്രതി വെളിയിൽ ഇറങ്ങി വീണ്ടും പീഡനം നടത്തിയിട്ടുണ്ട്. അതും പോക്സോ കേസിൽ അകത്തായിട്ടുള്ള ഒരാള്. അങ്ങനെ നടക്കുന്ന കേരളം. ഇനിയും പിന്നെ ഇത്തരം കിരൺമാര് ജാമ്യം ജാമ്യത്തിൽ ഇഷ്ടം പോലെ ഇത് തന്നെ ഇതിനായ വിചിത്രമായ വാദം കേൾക്കും. നമ്മൾ വായുമ്പോൾ ചിരിക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല.